പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്ക് തന്നെയാണ് ആദ്യം ഈ മണിക്കൂറിൽ നമ്മൾ പോകുന്നത്. ഈ രാഹുലിനെതിരായ സസ്പെൻഷൻ നീക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി ശക്തമാവുകയാണ്. സസ്പെൻഷനിൽ നേതാക്കളും പ്രവർത്തകരും രണ്ട് തട്ടിലാണ്. സസ്പെൻഷൻ ഏറ്റവും കുറഞ്ഞ നടപടിയെന്നും 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തവരെ 6 മാസത്തെ തിരിച്ചെടുത്ത ചരിത്രമുണ്ടെന്നും രാഹുലിന്റെ കാര്യത്തിലും ഇതാകും അവസ്ഥയെന്നും നടപടിയിൽ പ്രതിഷേധിക്കുന്ന വിഭാഗം പറയുന്നുണ്ട്. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് നേരിടണമെന്നും പാർട്ടി നടപടി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയെന്നുമാണ് വിമർശനം. എന്നാൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള KPCCയുടെ കുറിപ്പ് ഇന്ന് പുറത്തു വരികയും ചെയ്യും. PR പ്രവീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത്. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാഹുൽ MLA സ്ഥാനം രാജിവെക്കില്ല, അത് സസ്പെൻഷനിൽ ഒതുങ്ങും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ പ്രതികരണങ്ങൾ അതെങ്ങനെയാണ്? നേതാക്കൾ രണ്ട് തട്ടിലാണെന്ന് പറയുന്നു. ഇതിന്റെ ഈ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുകയാണോ രാഹുൽ വിഷയത്തിൽ? 2 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് AICC നേതൃത്വത്തിന്റെ കൂടി പൂർണ്ണ പിന്തുണയോടുകൂടി KPCC നേതൃത്വം രാഹുലിൽ നിന്ന് തൽക്കാലം രാജി വാങ്ങേണ്ടതില്ല, പകരം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. ഇതിനിടയിലാണ് ഒരു വിഭാഗം എതിർപ്പ് ഉയർത്തിയത്. അതായത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. ഒരു കാലാവധി വയ്ക്കുകയാണെങ്കിൽ പോലും ആ കാലാവധിക്ക് മുൻപ് ഇപ്പോൾ 6 വർഷത്തെ കാലാവധിയിൽ പുറത്താക്കിയവരെ പോലും 6 മാസത്തിനുള്ളിൽ തിരിച്ചെടുത്ത ചരിത്രമുണ്ട് കോൺഗ്രസിന്. അപ്പോൾ രാഹുലിനെ പോലൊരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്താലും എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുത്ത് വീണ്ടും പഴയ പദവികളിലേക്ക്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷേ പാർട്ടി മെമ്പറാക്കുകയും പിന്നീട് പല തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നൽകി എത്തിക്കുകയും ചെയ്യാം. പക്ഷേ എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. എന്നാൽ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ടതില്ല എന്ന് കൂടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനം മുതിർന്ന നേതാക്കളെ അടക്കം വിശ്വാസത്തിലെടുത്ത ശേഷമാണ്. അപ്പോഴും മുറുമുറുപ്പുകൾ തുടരുന്നുണ്ട്. കാരണം സസ്പെൻഷൻ എന്നുള്ളത് വെറും വാക്കിൽ ഒതുങ്ങരുത്, അത് ദീർഘകാലത്തെ ഒരു നടപടിയായി തുടരണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, ഇന്നലത്തെ ഒരു ദിവസം മാത്രം എടുത്താൽ രാവിലെ മുതൽ തുടങ്ങിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം KPCC കടുത്ത നിലപാടായിരുന്നു. KPCC അധ്യക്ഷനടക്കം കടുത്ത നിലപാടെടുത്തൊരു വിഷയമാണ്. രാഹുൽ ഇനിയും ഒരു ജനപ്രതിനിധി സ്ഥാനം തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് KPCC അധ്യക്ഷനാവട്ടെ, അതേപോലെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ, K മുരളീധരനാകട്ടെ, രമേശ് ചെന്നിത്തല കടുത്ത നിലപാടെടുത്തൊരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ഇങ്ങനെ മുതിർന്ന നേതാക്കളുടെ ഒരു നിര തന്നെ രാജി വച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ സമൂഹത്തിന് ഈ പാർട്ടി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിലപാടെടുത്തവരാണ് ഇവരൊക്കെ. ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞൊരു ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതുപോലും നിങ്ങളെ കൊണ്ട് കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്ന് പറയിപ്പിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ വിഷയം ഇതൊരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നൊരു വിശദീകരണം ഉണ്ടാകുമോ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്? അതായത് പാർട്ടിക്ക് പറയാൻ കഴിയുന്ന പരമാവധി കാര്യം പാർട്ടിയുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും മുഖം സംരക്ഷിച്ചുള്ള നടപടിയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. പിന്നീട് ആ വ്യക്തി സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തി MLA സ്ഥാനത്ത് തുടരുന്നത് അയാളുടെ ധാർമ്മികതയാണ്. രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ തീരുമാനത്തിന് വിടുന്നു എന്ന് പറയാം. പക്ഷെ ഇവിടെ ഉയർന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരുന്നു. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ നമുക്കറിയാം, ജനപ്രാതിനിധ്യ നിയമം പറയുന്നതനുസരിച്ച് ഒരു ജനപ്രതിനിധി എന്തെങ്കിലും സംഭവിച്ചു, രാജിവെച്ച് പോവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണ്ട. പക്ഷെ അതേ ചട്ടത്തിൽ തന്നെ അടുത്തതായി പറയുന്നത് 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ 8 മാസമുണ്ട്. അപ്പോൾ ഇന്ന് രാജി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങി 8 മാസത്തെ സമയപരിധി കിടക്കുന്നത് കൊണ്ട് ഈ 6 മാസത്തെ സമയപരിധിക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കാം. അങ്ങനെ വന്നാൽ BJPക്ക് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ വരുന്നവർ ജയിച്ചു കയറാനുള്ള സാധ്യത അത് UDF കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശത്തിലും ഇതേ ഉപദേശമാണ് കിട്ടിയത്. തൽക്കാലം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതായിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പാർട്ടിയിലെ എല്ലാ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയിലേക്ക് നീങ്ങുന്നത്. ഓക്കെ പ്രവീണ, ശരി. അപ്പോൾ ഇതാണ് ഈ നിലവിൽ പാർട്ടി നിലപാട്, അല്ലെങ്കിൽ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളും ഒക്കെയും ഇങ്ങനെയാണ്. ഒരുപക്ഷെ പാർട്ടി നടപടിയിൽ ഒതുങ്ങാനുള്ള സാധ്യത ഏറെക്കുറെ അത് ഉറപ്പായിട്ടുമുണ്ട്.